அனைவருக்கும் வணக்கம். அருள்மிகு மாரியம்மன் திருக்கோவில், செட்டித்தெருவு, பாலக்காடு. இந்த கோயிலினுடைய பிரசிடெண்ட்டாக நான் இருக்கேன். என் பேர் ஜோதிபாசு. மாணிக்கப்பிள்ளை வெளிச்சப்பாடோட மகன், கடைசி மகன். இந்த கோயிலை பொறுத்த வரைக்கும் எனக்கு இது ஒரு கோயிலே அல்ல, இது நான் வாழ்ந்த இடம். இந்த இடத்துக்குள்ளே ஒவ்வொரு நாள் வரும்போதும் எனக்கு எங்கள் அப்பா ஞாபகம் தான் வரும். அப்பா வாள் எடுத்து வரும்போது சின்ன பையனா தட்டை பிடிச்சிட்டு அவர் கூட கை பிடிச்சி நடந்தது தான் எனக்கு ஞாபகம் வரும். இப்போவும் கூட எனக்கு அதுதான், நான் ஒரு பிரசிடெண்ட்டாக இருக்கிறதெல்லாம் எனக்கு தோணவே இல்லை. எங்கள் அப்பாவோட பையனா அவர் கூட நடந்தது தான் நான் நினச்சிட்டு இருக்கேன். மாரியப்பண்ண, ராதா அண்ணன், கண்ணப்பண்ண, அத்தான், ரவியத்தான், இவங்கெல்லாம் ஒரு அன்னைக்கு நான் சின்ன பையனாக இருக்கும்போது இவங்கெல்லாம் இளைஞர்களாக இருப்பாங்க. அப்போ அப்பா குட்டியான செக்ரட்டரி, பிரசிடெண்ட்டு. இந்த மாரியம் பூஜைக்கு நாங்கள் வரும்போது அவ்வளோ சந்தோஷமாக இருக்கும். எல்லோரும் ஒன்று சேர்ந்து, வருஷத்தில் ஒரு 3 நாள் நாங்கள் எல்லாம் ஒன்று சேர்ந்து அவ்வளோ சந்தோஷமாக இருப்போம். பிரகாசன், சந்தோஷ், ராமு எல்லாம் சின்ன சின்ன பசங்களா, ரவி எல்லாம் சின்ன சின்ன பசங்களா ஓடி விளையாடிட்டு இருப்போம். அப்படிப்பட்ட இந்த கோயிலுக்கு 2009 கும்பாபிஷேகம் நடக்கும்போது ரவி கூடவே இருந்தோம், எல்லாம் பண்ணணும். இன்னைக்கு அடுத்த கும்பாபிஷேகத்துக்கு நானே பிரசிடெண்டாக இருக்கிறது எனக்கு கிடைச்ச மிகப்பெரிய பாக்கியமாக நினைக்கிறேன். இந்த கும்பாபிஷேகத்துக்கு எல்லாரும் கூட இருந்து ஒத்துழைப்பு கொடுத்து வேண்டினவங்களுக்கு வேண்டியது எல்லாம் அள்ளி அள்ளி கொடுக்குற இந்த மாரியம்மனுக்கும் பேச்சியம்மனுக்கும் நம்மால் முடிஞ்சதை நம்ம செய்யணும். இந்த கும்பாபிஷேகத்தை சிறப்பாக நடத்தி கொடுக்கணும்னு இந்த கோயிலுடைய பிரசிடெண்ட்டாக, இந்த கோயில் அம்மாவுடைய ஒரு மகனாக உங்களை எல்லாம் வேண்டி கேட்டுக்கிறேன். நன்றி, வணக்கம். நான் മണിരാജ്. അപ്പാക്കുട്ടിയുള്ള ഫാമിലിയിൽ നിന്നാണ്. അപ്പാക്കുട്ടിയുള്ള ഫാമിലിയിൽ മൊത്തമാണ്. അപ്പോൾ ഇവിടെ ഈ അമ്പലം ചെറിയ കാലം മുതൽക്ക്, അതായത് ഞാൻ ഒരു 5 വയസ്സ് മുതൽക്ക് ഈ അമ്പലവുമായിട്ട് വളരെ പരിചയമുള്ള ഒരാളാണ്. കാരണം എന്താ വെച്ചാൽ ആ കാലത്ത് എൻ്റെ അച്ഛൻ ഈ അമ്പലം നോക്കി നടത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അമ്പലത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും അച്ഛൻ ഇടപെടുമ്പോൾ അതിൻ്റെ ഇടയിൽ ഞാനും പോയിട്ട് ഇടപെടുമായിരുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ അത് ചെറുപ്പകാലത്ത് ഒരു ഇൻട്രസ്റ്റ് ആയിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നിൽക്കുക, ഓരോ കാര്യങ്ങളൊന്നും ചെറിയ കുട്ടികളാണെങ്കിലും കൂടി അതിൽ ചെയ്യുമായിരുന്നു. പിന്നെ ഈ അമ്പലത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് പിന്നെ വെളിപ്പുറത്ത് എന്ന് പറയുന്ന ഒരു സ്ഥിതിയായിരുന്നു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ഇത് നമുക്കറിയില്ല എന്നേ ഉള്ളൂ. എൻ്റെ ഫോർ ഫാദേഴ്സ് എല്ലാം തിരുനെൽവേലിയിലും അവിടെയൊക്കെയാണ്. തിരുനെൽവേലിയിൽ നിന്ന് അവരിവിടെ വന്ന് ഇവിടെ ഓരോ ഇത് പൂജ ചെയ്യുമ്പോൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറയും, ഞങ്ങൾക്ക് ഈ സംഭവം നടക്കണമെന്നുണ്ടായിരുന്നു, അത് നടന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ വരുന്നത് എന്ന് പറഞ്ഞിട്ടുള്ള പല കാര്യങ്ങളും അനുഭവത്തിലുണ്ടായിട്ടുണ്ട്. എൻ്റെ അനുഭവത്തിൽ തന്നെ പലതും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഒരിക്കൽ തിരുനെൽവേലി പോയപ്പം ഇതേപോലൊരു സ്ത്രീ വന്നിട്ട് എന്നോട് വന്ന് പറഞ്ഞു, നിങ്ങൾ എൻ്റെ മകന് വേണ്ടിയിട്ട് അവിടെ പോയിട്ട് പിന്നെ അമ്പലത്തിൽ കൊണ്ടുപോയി പ്രാർത്ഥിച്ചിട്ട് ആ കാശ് കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ അത് ചെയ്തതിന് ശേഷം വീണ്ടും അവരുടെ വീട്ടിൽ നിന്ന് ലെറ്റർ വരുന്നു, ഞങ്ങൾ വിചാരിച്ച കാര്യം സാധിച്ചു, നിങ്ങൾ ചെയ്തതുപോലെ ഞങ്ങൾക്ക് പ്രസാദം അയച്ചു തരൂ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇതാണ് സംഭവം. എന്താണെന്ന് വെച്ചാൽ ഇത് ഈ വളരെ ചരിത്രപരമായിട്ട് നോക്കുകയാണെങ്കിൽ പല കഥകളും ഉണ്ട്, പക്ഷെ അതിനൊന്നും പറയാനുള്ള സമയമില്ല. എന്നാലും പിന്നെ ഇപ്പോൾ ഈ കുംഭാഭിഷേക കമ്മിറ്റിയിൽ ഒരു എക്സിക്യൂട്ടീവ് മെമ്പറാണ് ഞാനും. അതുകൊണ്ട് ഇത് എത്രയും നല്ല രീതിയിൽ നടത്തണം, എത്രയും നല്ല രീതിയിൽ ഇത് കൊണ്ടുപോകണം ഈ അമ്പലത്തിൻ്റെ എന്നുള്ള ഒരു ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഇതിൽ സഹകരിക്കണം എന്നുള്ള ഒരു അപേക്ഷയുമുണ്ട്. എൻ്റെ പേര് സന്തോഷ് കുമാറാണ്. ഞാൻ ഈ അമ്പലത്തിൽ അകപ്പെട്ട വീട്ടിലാണ് താമസിച്ചുകൊണ്ടിരിക്കുന്നത്. 50 കൊല്ലമായിട്ട് ചെട്ടിത്തെരുവ് തന്നെയാണ് താമസം. പക്ഷേ ഈ അമ്പലം വളരെ നല്ല രൂപത്തിലും നല്ല രീതിക്കും വളരെ പുരോഗമനം ഒരുപാട് ആൾക്കാർ നമ്മളുടെ ഈ ക്ഷേത്രത്തോട് ബന്ധപ്പെട്ടിട്ട് അവകാശികളും മറ്റുള്ളവരും എല്ലാവരും ഇതിനകത്ത് വരുന്നുണ്ട്. അതുകൊണ്ട് ഇതിലെ ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു കാര്യമാണ്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അന്നത്തിനാർക്കും ബുദ്ധിമുട്ട് കൊടുക്കില്ല, അത്രയും വലിയൊരു ദേവിയാണ്. അപ്പോൾ ഞാൻ ഈ അമ്പല കമ്മിറ്റിയിലെ ഒരു അംഗവും കൂടി ആയതുകൊണ്ട് എനിക്ക് ഇത്രയും പറയും. നമുക്ക് 12 വർഷം ശേഷം നടക്കുന്ന ഒരു
പൂജയാണ്, അല്ലെങ്കിൽ ഒരു വലിയൊരു ഫംഗ്ഷനാണ് ഈ അമ്പലത്തെ സംബന്ധിച്ചിട്ടുള്ള ഈ കുംഭാഭിഷേകം. അപ്പോൾ അതിൽ മുന്നേ നടത്തിയതിലും വെച്ച് വളരെ ഭംഗിയായി, കുറച്ചുകൂടി അട്രാക്റ്റീവായി, നല്ല രീതിയിൽ പൊതുജനങ്ങളുടെ പങ്കാളിത്തത്തോടുകൂടി ഇത് ചെയ്യുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഓരോ പ്രോഗ്രാമും ചെയ്തിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് കുറേ സബ് കമ്മിറ്റികളും വലിയൊരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും ഒക്കെ ഇതിന് രൂപീകരിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ട് ഈ അമ്പലത്തിൻ്റെ ഹിസ്റ്റോറിക്കലായിട്ടുള്ള ശകലങ്ങളും അതിൻ്റെ ഹിൻസും ഒക്കെ ഗ്യാദർ ചെയ്യുന്നുണ്ട്. അതിനൊരു പ്രത്യേക ഒരു മീഡിയ കമ്മിറ്റിയൊക്കെ ഇതിലുണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ സാമ്പത്തികമായിട്ട് ഇതിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഒരു ഫിനാൻസ് കമ്മിറ്റി ഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിലെ ഈ ഏൻഷ്യൻ്റായിട്ടുള്ള ഈ പഴയ കാര്യങ്ങൾ അതിനെ ഗൈഡ് ചെയ്യാൻ വേണ്ടി നമ്മളിതിലെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് വിവരങ്ങൾ അറിയുന്ന കുറേ ആൾക്കാരായിട്ട് ബന്ധപ്പെട്ട് അവർ പറയുന്ന കുറേ ഡയറക്ഷൻസും അതെല്ലാം കൂടി ഉൾക്കൊണ്ടുകൊണ്ടാണ് ഈ പരിപാടി നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കൂടാതെ ഈ വലിയൊരു ബൃഹത്തായിട്ടുള്ള പരിപാടി ആയതുകൊണ്ട് പാലക്കാട്, കോയമ്പത്തൂർ, കോഴിക്കോട് തുടങ്ങിയ നമ്മുടെ ഈ അമ്പലവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അവരെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടാണ് ഈ എക്സിക്യൂട്ടീവ് കമ്മിറ്റി എല്ലാം കൊണ്ടുപോകുന്നത്. അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളും നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ഭക്തജനങ്ങളെയും എല്ലാവരും കൂടി കൂട്ടിക്കൊണ്ടൊരു പരിപാടി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടാതെ ഈ അമ്പലത്തിൽ നേരിട്ട് ഇൻവോൾവ് ആവുന്ന നമ്മൾ ഒരുപാട് ഡിവോട്ടീസ് ഇതിൻ്റെ അമ്പലവുമായി ബന്ധപ്പെടുന്ന കുറേ കുടുംബങ്ങൾ, അതൊക്കെ ഇപ്പോൾ ചെറിയ കുടുംബങ്ങളായിട്ടൊക്കെ ഒരുപാട് സ്പ്ലിറ്റായി ചെറിയ ചെറിയ കുടുംബങ്ങൾ നിലയുണ്ട്. എല്ലാവരും കൂടി ഒക്കെ ഒന്നിച്ച് ഗ്യാദർ ചെയ്തിട്ടുള്ള ഒരു വലിയൊരു പരിപാടിയായിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് ബാക്കി എല്ലാവരുടെ സഹകരണങ്ങളും സാമ്പത്തിക ശാരീരികമായിട്ടുള്ള എല്ലാ സഹകരണങ്ങളും എല്ലാവരെയും ഇതിൽ പ്രതീക്ഷിച്ചുകൊണ്ട് ഞങ്ങൾ ഈ പരിപാടിക്ക് മുന്നോട്ട് ഇറങ്ങുകയാണ്. എല്ലാവരെയും സഹായങ്ങൾ ഒന്നുകൂടി അഭ്യർത്ഥിക്കുന്നു.